നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ +1 തുല്യതയുടെ ഒരു ചോദ്യപേപ്പറാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് മുൻപ് നമ്മളൊരു ചോദ്യപേപ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൂടി കാണണം. കാരണം അവിടെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെയും റിപ്പീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയുകയില്ല, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് അത് പറയാത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ മറ്റേ ചോദ്യപേപ്പർ ഇല്ലാത്ത ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ചേരുംപടി ചേർക്കാനാണ്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്, അൾട്ടാമിറ, ഷോവെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും. ഇത് ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യമാണിത്. ഇതിലാദ്യം നോക്കാം ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാവാണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാവായിരുന്നു. ഒന്നാമത്തത് ഉപകരണ നിർമ്മാതാവ്. 2 ഹോമോ ഇറക്റ്റസ്. ഇറക്റ്റസ് എന്ന് പറയുന്നത് നിവർന്ന് നടക്കുന്നയാൾ, അതാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ഹോമോ നിവർന്ന് നടക്കുന്നയാൾ, ഹോമോ ഇറക്റ്റസ് നിവർന്ന് നടക്കുന്നയാൾ. 3 ഹോമോ സാപ്പിയൻസ്. വിവേകിയായ മനുഷ്യനാണ് ഹോമോ സാപ്പിയൻസ്. പിന്നീട് 2 ഗുഹയുടെ പേരാണ് അൾട്ടാമിറ, ഷോവെ. അൾട്ടാമിറയും ഷോവയും 2 ഗുഹയാണ്. അൾട്ടാമിറ എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു ഗുഹയാണ്. അൾട്ടാമിറ സ്പെയിനിലെ ഗുഹയാണ്. ഷോവെ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഗുഹയാണ്. ഫ്രാൻസിലെ ഗുഹയാണ് ഷോവെ എന്ന് പറയുന്നത്. ഫ്രാൻസിൽ മറ്റൊരു ഗുഹ കൂടിയുണ്ട്, ലാസ്കോ എന്ന ഗുഹ പറയുന്നതും ഫ്രാൻസിൽ തന്നെയാണ്. ഇവിടെ നോക്കാം, ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാവാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത് നിവർന്ന് നടക്കുന്നയാളാണ്. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യനാണ്. അൾട്ടാമിറ ഗുഹ കാണുന്നത് സ്പെയിനിലാണ്. ഷോവെ, ലാസ്കോ എന്നീ ഗുഹകൾ കാണുന്നത് ഫ്രാൻസിലാണ്. ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ചേരുംപടി. നമ്മുടെ എക്സാമിനൊരു ചേരുംപടി ചേർക്കാൻ നമുക്ക് സാധാരണയായിട്ട് എല്ലാ എക്സാമിനും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിലാക്കുക. അതായത് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം നടന്നത് ഏതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിലാക്കാനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. ഇത് ഏറ്റവും അവസാനത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന 2 ലോകയുദ്ധങ്ങൾ പരാമർശിക്കുന്ന ഒരു അധ്യായം നമുക്കുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അധ്യായമാണ് യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന 2 ലോകയുദ്ധങ്ങൾ. എസ്സേ വരെ വരാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് അത്. നമുക്ക് ഇവിടെ പറയുന്നത് ആദ്യത്തേത് സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് 1919-ലാണ്. 1919. എന്താണ് സർവ്വരാഷ്ട്ര സഖ്യം? 1-ാം ലോക യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും കൂടി ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് സർവ്വരാഷ്ട്ര സഖ്യം. എന്നാൽ പിന്നീട് അത് പരാജയപ്പെടുകയും ലോകം വീണ്ടും 2-ാം ലോക യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 2 ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം 1945-ലാണ്. 1945-ലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നത്. 2-ാം ലോക യുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഒക്ടോബർ 24-ലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. 1-ാം ലോക യുദ്ധം നടക്കുന്നത് 1914-ലാണ്. 1914 മുതൽ 18 വരെയാണ് അതിൻ്റെ കാലഘട്ടം. ഇവിടെ നമുക്ക് അതിൻ്റെ ആരംഭമായിട്ട് 14-ാണ് നമ്മൾ പരിഗണിക്കുന്നത്. 2-ാം ലോക യുദ്ധം നടക്കുന്നത് 1939-ലാണ്. 39 മുതൽ 45 വരെയാണ് 2-ാം ലോക യുദ്ധം നടക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം നടക്കുന്നത് 1929-കളിലാണ് സാമ്പത്തിക മാന്ദ്യം അരങ്ങേറുന്നത്. 1929-കളിലാണ് സാമ്പത്തിക മാന്ദ്യം ലോകത്താകെ അരങ്ങേറുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് 2-ാം ലോക യുദ്ധമൊക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോന്നിൻ്റെയും വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വർഷങ്ങൾ കിട്ടി. ഇനി നമുക്ക് ഇതിനെ തരംതിരിച്ചാൽ മതി, ഏതാണ് ആദ്യം നടന്നത് അല്ലെങ്കിൽ ഏതാണ് അവസാനം നടന്നത്. അതാണ് കാലഗണനാ ക്രമത്തിലാക്കുക എന്ന ചോദ്യം കൊണ്ട് അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് ഇനി വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നത്. ആദ്യം നടന്നത് ഏതാണ്? 1-ാം ലോക യുദ്ധമാണ് ആദ്യം നടന്നിരിക്കുന്നത്. 1-ാം ലോക യുദ്ധം ആദ്യമേ നടന്നു. അപ്പോൾ ആദ്യം 1-ാം ലോക യുദ്ധം എഴുതുക. എന്നിട്ട് താഴെ രണ്ടാമതായിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 2 നമ്പർ ഇടുക. രണ്ടാമതായിട്ട് നടക്കുന്നു സർവ്വരാഷ്ട്ര സഖ്യം രൂപീകരിക്കുന്നു. മൂന്നാമതായിട്ട് നടക്കുന്നു, മൂന്നാമതായിട്ട് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു, ലോകത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു. 4-ാമതായിട്ട് 2-ാം ലോക യുദ്ധം നടക്കുന്നു. 5-ാമതായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നു.
ഇങ്ങനെ ആ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവിടെ എഴുതാനായിട്ട്. വർഷം എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഓർഡറിൽ മാറ്റം വരാൻ പാടില്ല. ആദ്യം നടക്കുന്നത് ഒന്നാം ലോകയുദ്ധമാണ്, പിന്നീട് സർവ്വരാഷ്ട്ര സഖ്യം രൂപീകരിക്കുന്നു, പിന്നീട് ലോകത്ത് സാമ്പത്തിക മാന്ദ്യം വരുന്നു, അത് വീണ്ടും രണ്ടാം ലോകയുദ്ധത്തിന് കാരണമാകുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഐക്യരാഷ്ട്ര സംഘടന, ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലോകത്തെല്ലാ രാജ്യങ്ങളും കൂടി ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ളൊരു അന്താരാഷ്ട്ര സംഘടന ആരംഭിക്കുന്നു. അവിടെ ഓർത്ത് വെക്കുക, നിലവിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസിഡൻ്റാണ് അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസിഡന്റ്. അപ്പോൾ 2 ലോകയുദ്ധങ്ങൾ വരുന്ന അധ്യായം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു അധ്യായമാണ് ലോകയുദ്ധങ്ങൾ പരാമർശിക്കുന്ന അധ്യായം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ള എ വിഭാഗത്തിലെ ഭാഗങ്ങൾ ബിയുമായിട്ട് എന്ത് ചെയ്യുന്നു, പൂർത്തിയാക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ 7ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യങ്ങളാണ് ഇവിടെ. 7ാമത്തെ പാഠവും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ 2 വിപ്ലവങ്ങളും അതുപോലെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആദ്യകാലത്തെ 3 സംസ്കാരങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന പാഠമാണത്. ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, ഇൻക സംസ്കാരം. അതുപോലെ പിന്നീട് അവിടെ എന്ത് വരുന്നു, അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം വരുന്നു, ചൈനയിലെ സ്വാതന്ത്ര്യ സമരം, അങ്ങനെയുള്ള അവിടുത്തെ വിപ്ലവങ്ങളെല്ലാം തന്നെ പരാമർശിക്കുന്ന ഒരു അധ്യായമാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഇത് പറയുന്നത് ആസ്ടെക്. ആസ്ടെക് എന്ന് പറയുന്നത് മെക്സിക്കോ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മെക്സിക്കോ കേന്ദ്രമാക്കി ഉണ്ടായിരുന്ന സംസ്കാരമാണ് ആസ്ടെക്. അങ്ങനെയാണെങ്കിൽ ഇൻക എന്ന് പറയുന്നത് പെറുവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ അവിടെ പെറു എന്നാണ് അവിടെ എഴുതേണ്ടത്. പെറു സംസ്കാരമാണ് ഇൻകകൾ നിലനിന്നിരുന്ന പ്രദേശം പെറുവാണ്. 2 ചിനമ്പകൾ എന്ന് പറഞ്ഞാൽ ആസ്ടെക്കുകൾ എന്ത് ചെയ്യുന്നു, അവർ നിർമ്മിച്ച ദ്വീപുകളാണ് ചിനമ്പകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂപ്പു എന്ന് വിളിക്കുന്നതാണ്. ക്യൂപ്പു എന്ന് വിളിക്കുന്നത് ഇൻകകളുമായി ബന്ധപ്പെട്ട സമ്പ്രദായമാണ്. അവരുടെ കണക്ക് കൂട്ടൽ സമ്പ്രദായമാണ് ക്യൂപ്പു എന്ന പേരിൽ അറിയപ്പെട്ടത്. ക്യൂപ്പു. 3 സാൻ സാൽവദോർ, കൊളംബസുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. കൊളംബസ് നമുക്കറിയാം, അമേരിക്ക കണ്ടെത്തിയ വ്യക്തിയാണ് കൊളംബസ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അമേരിക്കയിലെത്തുകയും ആ പ്രദേശത്തെത്തുകയും അദ്ദേഹം എത്തിയ സ്ഥലത്തിന് അദ്ദേഹം നൽകിയ പേരാണ് സാൻ സാൽവദോർ. പിന്നീട് അത് അമേരിക്കയാണെന്നൊക്കെ തെളിയിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകളാണ്. അപ്പോൾ സാൻ സാൽവദോർ എന്ന് പറഞ്ഞ പ്രദേശം കൊളംബസുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ബ്രസീൽ ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് എത്തിയിട്ടുള്ള കൊളംബസിന് തുല്യമായിട്ട് എത്തിയ ആളാണ് കബ്രാളാണ് എത്തിയിരിക്കുന്നത്. കബ്രാളാണ് ബ്രസീലിൽ വരുന്നത്. കബ്രാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. 4 നോക്കാം. സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിനാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിനാണ്. എന്നാൽ വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈമൺ ബൊളീവറാണ്. വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈമൺ ബൊളീവറാണ് വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 ക്യൂച്ചുവ എന്ന് പറയുന്നത് ഇൻകകളുടെ ഒരു കൊട്ടാര ഭാഷയെ പറയുന്ന പേരാണ് ക്യൂച്ചുവ എന്നുള്ളത്. ക്യൂച്ചുവ എന്ന് പറയുന്നത് ഇൻകകളുടെ ഒരു കൊട്ടാര ഭാഷയാണ് ക്യൂച്ചുവ. അങ്ങനെയാണെങ്കിൽ തെനോ ചിത്ലാൻ, അതെന്ന് പറയുന്നത് ആസ്ടെക്കുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു ആസ്ടെക്കുകൾ നിർമ്മിക്കുന്ന ഒരു ദ്വീപിൻ്റെ പേര് പറഞ്ഞു, അതാണ് ചിനമ്പകൾ. ആ ദ്വീപുകളിൽ എന്ത് ചെയ്യുന്നു, അവർ ഒരു തലസ്ഥാനം ഉണ്ടാക്കുന്നു. ആ തലസ്ഥാനത്തിൻ്റെ പേരാണ് തെനോ ചിത്ലാൻ. ആസ്ടെക്കുകളുടെ തലസ്ഥാനമാണ്. ക്യൂച്ചുവ എന്ന് പറയുന്നത് ഇൻകകളുടെ കൊട്ടാര ഭാഷയാണ്. എന്നാൽ ആസ്ടെക്കിന് എന്ത് ചെയ്യുന്നു, അവരുടെ തലസ്ഥാനമാണ് തെനോ ചിത്ലാൻ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഇത്രയുമാണ് നമുക്കിവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. 1 മാർക്കിന് എന്ത് ചെയ്യുന്നു, വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്രയും എന്ന് പറയുന്നത്. ആദ്യ ഭാഗത്ത് ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങളായിട്ടുള്ളത്. ഇനി രണ്ടാമത് നോക്കാം. നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ചോദ്യങ്ങൾ. 4ാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് 3ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടാണ് 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. മധ്യപൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു അധ്യായമാണത്. നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, എക്സാമിന് വരുന്ന ഒരു അധ്യായം കൂടിയാണ് മധ്യപൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നൽകിയിട്ടുള്ളത് ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ഓപ്ഷന് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മാത്രം നമുക്ക് ഉത്തരം തിരഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ഖലീഫയുടെ പേരെഴുതുക. ആരാണ് ആദ്യത്തെ ഖലീഫ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് 4 ഖലീഫന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് അബൂബക്കറാണ് ആദ്യത്തെ ഖലീഫ. രണ്ടാമത് വരുന്ന ഖലീഫയാണ് ഉമർ. മൂന്നാമതായിട്ട് വരുന്ന ഖലീഫയാണ് ഉസ്മാൻ. 4ാമതായിട്ട് വരുന്ന ഖലീഫയാണ് അലി. ആദ്യത്തെ ഖലീഫ അബൂബക്കർ,
2 ഉമർ, 3 ഉസ്മാൻ, 4 അലി. ഇവിടെ നമുക്ക് അബൂബക്കർ എന്ന് മാത്രം എഴുതിയാൽ മതി. എ എന്നിട്ടിട്ട് അബൂബക്കർ എന്ന് മാത്രം എഴുതിയാൽ നമുക്കിവിടെ 1 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 4ൽ തന്നെ രണ്ടാമത്തെ ചോദ്യം. ഉമ്മയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഉമ്മയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് ഡമാസ്കസ്. ഡമാസ്കസ് എന്നാണ് ഉമ്മയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം അറിയപ്പെടുന്നത്. പിന്നീട് നോക്കാം, അവിടെ മക്ക, മദീന എന്നുള്ള 2 പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മധ്യപൗരസ്ത്യ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളാണ് മക്കയും മദീനയും. അതിൽ മക്കയുടെ പ്രാധാന്യമൊക്കെ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. എന്താണ് മക്കയുടെ പ്രാധാന്യം? ഒരു മതപരമായ നഗരം എന്നതിലുപരി ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളും കൂടിയായിട്ടാണ് മക്കയെ പരിഗണിക്കുന്നത്. അപ്പോൾ മക്കയുടെ പ്രാധാന്യം നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ നോക്കേണ്ടതുണ്ട്. അടുത്തത് സി, ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് അതൊരു കെട്ടിടമാണ്. പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഉമയ്യദ് കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡോം ഓഫ് ദി റോക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതെവിടെയാണ്? ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് നിർമ്മിച്ചത്? അബ്ദുൾ മാലിക്കാണ് ഇത് നിർമ്മിച്ചത്. അബ്ദുൾ മാലിക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞതാണ് ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചത് അദ്ദേഹമാണെന്ന്. ജെറുസലേമിലാണ് നിർമ്മിച്ചത്. ഇവിടെ നോക്കാം, മറ്റൊരു ഓപ്ഷൻ നോക്കാം. ബാഗ്ദാദ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ടാമത്തത് ബാഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശമാണ്. എന്താണ് ബാഗ്ദാദിൻ്റെ പ്രത്യേകത? ബാഗ്ദാദ് എന്ന് പറയുന്നത് അബ്ബാസിയകളുടെ തലസ്ഥാന നഗരമായിരുന്നു ബാഗ്ദാദ്. പിന്നീട് മക്കയാണ് അവിടെ ഉള്ളത്. അതുപോലെ കൊയ്റോയാണ്. മക്ക നമ്മൾ നേരത്തെ പറഞ്ഞു, മക്കയുടെ പ്രാധാന്യം അവിടെ പറഞ്ഞു. പിന്നെ ജെറുസലേമായി ബന്ധപ്പെട്ട് നമുക്കവിടെ പറയാനുള്ള മറ്റൊരു കാരണം കുരിശ് യുദ്ധങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം ജെറുസലേമിൻ്റെ ഉടമസ്ഥാവകാശമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കുരിശ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലങ്ങൾ, കുരിശ് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ കുരിശ് യുദ്ധങ്ങൾ അവിടെ നിങ്ങളൊന്ന് ഓർമ്മ പുതുക്കേണ്ടതുണ്ട്. എന്താണ് കുരിശ് യുദ്ധങ്ങൾ, എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്താണുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അൽമഗസ്റ്റ് എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവിൻ്റെ പേരെഴുതുക. അൽമഗസ്റ്റ് ആരാണ്? ടോളമിയുടെ കൃതിയാണ് അൽമഗസ്റ്റ്. ടോളമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അൽമഗസ്റ്റ് ആയിട്ടുള്ളത്. യുക്ലീഡ് നോക്കുക. യുക്ലീഡിൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? എലമെൻറ്റ്സ് എന്നാണ് യുക്ലീഡിൻ്റെ പ്രധാനപ്പെട്ട കൃതി. എലമെൻറ്റ്സ് ആണ് യുക്ലീഡിൻ്റെ പ്രധാനപ്പെട്ട കൃതി. അതുപോലെ ഫിർദൗസിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഷാനാമയാണ് ഫിർദൗസിയുടെ പ്രധാനപ്പെട്ട കൃതിയായിട്ടുള്ളത്. അൽ ബറൂനിയുടെ പ്രധാന കൃതിയാണിത്. അൽ ബറൂനി ഇന്ത്യ ചരിത്രം അഥവാ കിതാബുൽ ഹിന്ദ്, ഇന്ത്യ ചരിത്രം. നമ്മുടെ ഓപ്ഷന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അൽമഗസ്റ്റ് എന്ന് പറയുന്നത് ടോളമിയുടെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. യുക്ലീഡിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണിത് എലിമെൻറ്റ്സ്. ഫിർദൗസിയുടേത് ഷാനാമ, അൽബറൂനി ഇന്ത്യ ചരിത്രം. അടുത്ത ചോദ്യം, എലിമെൻറ്റ്സ് എന്ന കൃതി രചിച്ചത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? യുക്ലീഡിൻ്റെ കൃതിയാണ് എലിമെൻറ്റ്സ്. അതിൽ നമ്മൾ പറഞ്ഞു ടോളമിയുടെ കൃതി നമ്മൾ പറഞ്ഞു അൽമഗസ്റ്റാണ് ടോളമിയുടെ പ്രധാനമായിട്ടുള്ളൊരു കൃതിയായിട്ട് പറയുന്നത്. എന്നാൽ അവിടെ ബാലദുരി ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതിയുടെ പേരാണ് പ്രഭുക്കന്മാരുടെ വംശചരിത്രം. അതുപോലെ മുഖദ്ദസി അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അസഹൽ അൽ ടക്കാസിം. അപ്പോൾ ഇത് നമുക്ക് 3-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരങ്ങൾ എടുത്തെഴുതിയാൽ മതിയാകും. ഇവിടെ നമുക്ക് അവസാനം പറഞ്ഞിരിക്കുന്ന ഈ കൃതികളെല്ലാം തന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 48-49 പേജുകളിലാണ് ഈ കൃതികൾ പറയുന്നത്. അൽമഗസ്റ്റ്, ടോളമി പോലെയുള്ള ആളുകളുടെ കൃതികൾ പറയുന്നത് 48-ലും. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, അൽബറൂനി പോലെയുള്ള അല്ലെങ്കിൽ മുഖദ്ദസി പോലെയുള്ള ആളുകളുടേത് പറഞ്ഞ 49-ലെ ഒരു ടേബിൾ നമുക്ക് ഇവരുടെ കൃതികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 3-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അധ്യായമാണ് 3-ാമത്തെ അധ്യായം. ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ചേരുംപടി ചേർക്കാനാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് എക്ക് എന്ത് ചെയ്യുന്നു, അനുയോജ്യമായവയെ ബിയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇത് നമുക്ക് റോമൻ സാമ്രാജ്യം അഥവാ 2-ാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്
അഗസ്റ്റസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചത്. പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചത് അഗസ്റ്റസ് ആണ്. പ്രിൻസിപ്പേറ്റ് ഭരണം എന്ത് ചെയ്യുന്നു? ആരംഭിച്ച വ്യക്തിയാണ് ആര്? അഗസ്റ്റസ്. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണം ആരംഭിച്ചത്. രണ്ടാമത്തെ ആള് ടാസിറ്റസ്. ടാസിറ്റസ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തപ്പോൾ ഇതേ പേര് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം എന്തായിരുന്നു? റോമിലെ ഒരു ചരിത്രകാരനായിരുന്നു ടാസിറ്റസ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ പറഞ്ഞു, റോമിലുണ്ടായിരുന്ന വിഭാഗങ്ങളെ വിവിധ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? തരം തിരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റോമിലുണ്ടായിരുന്ന സമൂഹത്തിനെ സാമൂഹ്യ ശ്രേണി എന്നാണ് അത് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സാമൂഹ്യ ശ്രേണീൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? റോമിലുണ്ടായിരുന്ന ആളുകളെ 5 ആയിട്ടാണ് തരം തിരിച്ചിരുന്നത്. സെനറ്റർമാർ, അശ്യാരുടെ വിഭാഗത്തിലെ പ്രമുഖർ, ആദരണീയ വിഭാഗം, ഹ്യൂമിലിയോറസ്, അടിമകൾ, അങ്ങനെയുള്ള ഒരു വിഭാഗം നടത്തിയ ഒരു ചരിത്രകാരനാണ് ടാസിറ്റസ്. അടുത്ത ചോദ്യം നോക്കാം. കോൺസ്റ്റാൻറ്റൈൻ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റാൻറ്റൈൻ ഇവിടെ പറയുന്നത് സോളിഡസ് എന്ന് പറയുന്ന ഒരു നാണയം, സോളിഡസ് എന്ന് പറയുന്ന നാണയമാണ്. ആ നാണയം എന്ത് ചെയ്യുന്നു? പുറത്തിറക്കിയ വ്യക്തിയാണ് കോൺസ്റ്റാൻറ്റൈൻ പുറത്തിറക്കിയത് സോളിഡസ് എന്ന് പറയുന്ന നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ആൾ നോക്കാം. അടുത്ത ആൾ ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ജസ്റ്റീനിയൻ. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ നേതാവായിരുന്നു ജസ്റ്റീനിയൻ. ഇനി അവിടെ നോക്കാം. ഷാംപൂർ ആരാണ്? ഇറാനിലെ ഭരണാധികാരി. നമ്മൾ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രതിസന്ധി പഠിക്കുന്നുണ്ട് റോമാ സാമ്രാജ്യമായിട്ട്. ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിലേക്ക് വന്നിരുന്ന, അവിടെ റോമാ സാമ്രാജ്യത്തിനെ ആക്രമിക്കുകയും ഒരുപാട് ആളുകളെ വധിക്കുകയും ചെയ്ത ഒരു ഇറാനിയൻ ഭരണാധികാരിയായിരുന്നു ഷാംപൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് 5 എണ്ണമുണ്ട്. അതിൽ 5ഉം കറക്റ്റ് ശരിയാക്കിയാൽ നമുക്ക് 5 മാർക്ക് ലഭിക്കും. അപ്പോൾ ചേരുംപടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ലോകത്തിൻ്റെ ഭൂപടം നമുക്ക് തരികയും അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും അടയാളപ്പെടുത്താനുള്ളത്. 1 മെഡിറ്ററേനിയൻ കടൽ, 2 റെയിൻ, 3 സഹാറ മരുഭൂമി, 4 ഡാന്യൂബ്, അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മാപ്പിനെ കുറിച്ച്, ഒരു ഭൂപടത്തിനെ കുറിച്ച് ചെറിയൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെക്കണം. ഒരു 4-5 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഭൂപടത്തിലെ മാപ്പ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങൾ ലോകത്തിൻ്റെ ഭൂപടത്തിൽ എവിടെയാണ് വരിക എന്നുള്ളത് ചെറുതായിട്ട് ഏകദേശ ധാരണ നിങ്ങൾ നിർമ്മിച്ച് വെക്കണം. ഇത്രയുമാണ് നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് തന്നെ 1 വേർഡുകൾ അധികം കുറവാണ്. പക്ഷേ ഇവിടെ ചേരുംപടി ചേർക്കാനും അതുപോലെ എന്ത് ചെയ്യുന്നു? വിട്ടഭാഗം പൂരിപ്പിക്കാനും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്.